എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഞാനിതിന് മുന്നേ ഈസി സാമ്പാറും അതുപോലെ തന്നെ വറുത്തരച്ച് സാമ്പാറും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഉള്ളി സാമ്പാറാണ്. ഉള്ളി സാമ്പാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേറെ കഷ്ണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയിട്ടാൽ നമുക്ക് ഓക്കെ. അപ്പം നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കായം. അപ്പം നിങ്ങളുടെ അടുത്ത് മൊത്തത്തിൽ ഇതേപോലെ കായം ഇല്ല എന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൗഡർ യൂസ് ചെയ്താലും മതി. പക്ഷേ ഫ്ലേവർ കൂടുതലുള്ളത് ഇതിനാണ് കേട്ടോ. ഇങ്ങനത്തെ കായത്തിനാണ് കൂടുതൽ നല്ല മണം വരിക. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. എൻ്റെ സാധാരണ ഈസി സാമ്പാർ എന്ന് പറഞ്ഞ ഞാൻ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന കടലപ്പരിപ്പാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും കടലപ്പരിപ്പാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എല്ലാവരുടെ അടുത്തും കടലപ്പരിപ്പ് അവൈലബിൾ അല്ല എന്ന് എനിക്ക് ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച കാരണമാണ് ഞാനിപ്പോൾ ഈ സാമ്പാർ തൂരപ്പരിപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ കടലപ്പരിപ്പ് വേവാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. ഇതിപ്പോൾ തൂരപ്പരിപ്പ് ഒരു വിസിലിന് വേവാണെങ്കിൽ കടലപ്പരിപ്പ് ചിലപ്പോൾ 2 വിസിലിനെ വേവുള്ളൂ. അപ്പോൾ വേവ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1/2 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാൽ മതി വെള്ളത്തിൽ. അത് കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഉള്ളി സാമ്പാർ ആയതുകൊണ്ട്. അതുകൊണ്ട് പരിപ്പ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാലാണ് സാമ്പാറിന് ഒരു തിക്കായുള്ള കൺസിസ്റ്റൻസി വരും. പരിപ്പ് അത്യാവശ്യം വേണം. ഇനി ഈ പരിപ്പിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് എത്ര വെള്ളം വേണം അതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സാമ്പാറിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സാമ്പാർ കുറച്ച് നേരം വറ്റിക്കുമ്പോഴാണ് തിക്നെസ് വരിക. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു വിസിൽ. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഈ കായം കൂടെ ചേർക്കാൻ മറക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി. അപ്പോൾ അതും കൂടി ഇടണം. കായോ അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയോ. അതിനുശേഷം വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ, ഒരു വിസിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു കടായി വെക്കുക. ആ കടായിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് ഉരിച്ചിടുക. മീഡിയം ഫ്ലെയിമിലിട്ടാ, തീ അധികം വെക്കണ്ട. പിന്നെ അതിലോട്ട് ഞാനൊരു 3 ചെറിയ വെളുത്തുള്ളി, നാട്ടിൽ കിട്ടുന്ന ചെറിയ നല്ല വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറിയ 3 വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് മുറിച്ചിടുകയാണ്. അപ്പോൾ ചിലർ വെളുത്തുള്ളി കഴിക്കാത്തവരുണ്ട്. ബ്രാഹ്മിൻസ് ഒക്കെ ചിലർ വെളുത്തുള്ളി കഴിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി യൂസ് ചെയ്യണ്ട. ഓക്കെ, ഈ വെളുത്തുള്ളിയുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/4 കിലോ ചെറിയുള്ളിയല്ല എടുത്തിരിക്കുന്നത്. ഓരോ ഉള്ളിയും 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ നമ്മൾ കുക്കറിൽ ചെറിയുള്ളി ഇട്ട് വേവിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു വേറൊരു സ്മെല്ല് വരും നമ്മുടെ സാമ്പാറിന്. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിൽ എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പരിപ്പിൻ്റെ വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിടുക. അതിനുശേഷം അതിലത്തെ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയുള്ളിയൊക്കെ ഇവിടെ ചേച്ചിമാരൊക്കെ ഉള്ള കാരണം അവർ ക്ലീൻ ചെയ്ത് തരുമ്പോൾ സുഖമായിട്ട് നമുക്ക് സാമ്പാറാ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇനിയിപ്പോൾ അടുത്താഴ്ച ജാൻ വരും. അത് കഴിഞ്ഞ് ഞാൻ നല്ല ബിസി ആവും. അപ്പോൾ പിന്നെ ഇതുപോലെ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്നിടത്തോളം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇവിടെ മെമ്പേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് സാമ്പാർ അത്യാവശ്യം വേണം. 2-3 പേരേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 ഗ്രാമൊക്കെ എടുത്താൽ മതിയാവും ചെറിയുള്ളി. ഓക്കെ, അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പുളി, അതായത് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിങ്ങോട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം 15 മിനിറ്റ് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. അത് മാറ്റി വെക്കുക. ഇതിലിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. വലിയ പച്ചമുളക് 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 പച്ചമുളക് ഇട്ട് കൊടുത്തോളൂ. ഒരു നല്ല ടേസ്റ്റാണ് പച്ചമുളക് ഇടുമ്പോൾ. ഇത് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. തീ ചെറുതാക്കുക. ചെറിയ തീയിലിട്ടതിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ എക്സ്ട്രാ ഇടുന്നത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാരണം സാമ്പാർ പൊടി ഇടുന്നുണ്ട്, എന്നാൽ പോലും സാമ്പാർ പൊടിയിൽ ചിലപ്പോൾ കുറച്ച് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, വീട്ടിൽ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാനും നമ്മുടെ സാമ്പാർ പൗഡർ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം
മാറിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ കേട്ടോ. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണമാണ്. സാമ്പാർ പൊടിക്ക് പച്ചമണം ഉണ്ടാവില്ല, കാരണം സാമ്പാർ പൊടി എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും വറുത്തതിന് ശേഷം പൊടിക്കുന്ന സംഭവമാണിത്. ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണേ എപ്പോഴും. പിന്നെ നമ്മൾ വേറെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി സാമ്പാർ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ഒരെണ്ണം മതിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്തുടയണം. ഇതിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് മതി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉപ്പ് ചേർക്കാത്തതെന്ന്. കാരണം പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കണ്ട. അതിനുശേഷം പരിപ്പ് വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നാട്ടിലെ പരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് വേവാൻ. പക്ഷേ എനിക്ക് അവിടേക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വേവുന്ന പരിപ്പാണ് എനിക്ക് ദുബായിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ കുക്കിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന പരിപ്പാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിപ്പിൻ്റെ ഉള്ളിൽ ഉപ്പിടാൻ പാടില്ല. ഓക്കെ, നമുക്കിനി പരിപ്പ് വെന്തോന്ന് നോക്കാം. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് ഞാനിതിൻ്റെ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന്. പരിപ്പൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? പുളി ചേർത്ത് കൊടുക്കണം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് നന്നായി കൈകൊണ്ട് അമർത്തി ഞരടിയതിന് ശേഷം പുളിവെള്ളം മാത്രം ഒന്ന് സ്ട്രെയിനറിലോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പുളി കൂടി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ പുളിയൊക്കെ എപ്പോഴും സൂക്ഷിച്ചു ഉപയോഗിക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പുളിക്കൊരു ഇതേപോലെ തന്നെ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അത് മാറണം. അപ്പോൾ ഈ സാമ്പാർ നന്നായി കിടന്ന് തിളയ്ക്കണം. ഒരു 10-15 മിനിറ്റോളം കിടന്ന് തിളച്ച് വരുമ്പോഴാണ് സാമ്പാറിന് അതിൻ്റെതായ രുചി കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെറുതെ എടുക്കുമ്പോൾ സാമ്പാർ ആവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി സാമ്പാറുടെ നമുക്ക് ഭയങ്കര ഈസിയാണ്. വേറെ കഷ്ണങ്ങളൊന്നും വേണ്ടല്ലോ. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ഇപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കൂ. എന്നിട്ട് ഈ സമയത്ത് നോക്കുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ സാമ്പാർ പൊടി കുറവാന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇത് കൂടെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് വഴറ്റാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നോക്കട്ടെ. മിക്സ് ചെയ്യുക. എന്താ മണമെന്നറിയോ? ഈസി പീസി സാമ്പാറല്ലേ നമ്മുടെ. വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഉരിഞ്ഞിട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പോൾ തന്നെ അതിൻ്റെ ലെവൽ മാറണം മക്കളെ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. പുളിയും ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റട്ടെ, അപ്പോഴാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം കിടന്നത് വറ്റട്ടെ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സാമ്പാർ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തിക്നെസ് മതിയും തോന്നുമ്പോൾ ഓഫ് ചെയ്തിടാം. ഈ തിക്നെസ് മതി. ഇനി ഇരുന്ന് കഴിഞ്ഞ് കട്ടയാവുമ്പോൾ ഓവറായി കട്ടയാവണ്ട. ഒരുപാട് അങ്ങ് വറ്റിച്ച് കഴിഞ്ഞാൽ അതാണ് പ്രോബ്ലം. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. അപ്പോൾ ഇപ്പം ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഉണ്ട് ദൈവം സഹായിച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇട്ടൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പക്ഷേ എപ്പോഴും സാമ്പാറിൽ ഒരു അല്പം ശർക്കര ചേർത്ത് കൊടുക്കും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ സാമ്പാറിന്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എല്ലാം കാച്ചി ഒഴിക്കണം. ഓക്കെ, ഈ സാമ്പാറിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടി കണ്ടിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറവ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. തീ എപ്പോഴും കുറച്ച് വെക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ കടുകും ഉലുവയൊക്കെ സാമ്പാറിൽ ഇങ്ങനെ താഴെ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതിൽ ഇട്ടിരിക്കുന്നത് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പില നന്നായി പൊട്ടിയിട്ടുള്ളത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം, ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇട്ട വശം തന്നെ പൊടികൾ കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഇനി അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകേണ്ടത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. കുറച്ച് കായത്തിൻ്റെ പൊടി, അതുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണം കിട്ടും. അതുപോലെ തന്നെ അല്പം ഉലുവയുടെ പൊടി, കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം സാമ്പാറിൻ്റെ പൊടിയാണ്. ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സാമ്പാറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സാമ്പാർ അടച്ചു വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ താളിച്ചതിൻ്റെയൊക്കെ സ്മെല്ല് സാമ്പാറിലോട്ട് മുഴുവനായിട്ട് വ്യാപിക്കുള്ളൂ. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയാം കേട്ടോ.
അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് നേരം, തുറന്ന് നോക്കി. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഫൈനലി ടേസ്റ്റി അടിപൊളിയുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സാമ്പാറൊക്കെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ രാവിലേക്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് പിന്നെ പറയേ വേണ്ട അതിൻ്റെ ടേസ്റ്റ്. തണുത്തിട്ടുണ്ട്. ഇപ്പം ഞാനും ഇച്ചിരി ലൂസായിട്ടുണ്ട് ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ സാമ്പാർ കുറച്ചും കൂടെ കട്ടിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് തിന്നായിട്ടുള്ള സാമ്പാറിന് എപ്പോഴും ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിന്നായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തിളപ്പിക്കും തോറും അതിൻ്റെ തിക്നെസ് കൂടിക്കോളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്